ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 27-ാമത്തെ തിരുവചനം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവമായ കർത്താവ്, സഹോദര സഹോദരി, നിന്നോടാണ് കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലൂക്കാസ് സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യർക്കെല്ലാം അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് ശക്തമായി ഇന്ന് നിന്നോടും എന്നോടും പറയുന്ന ഒരു കാര്യം, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ മേല്, ആകാശത്തിന്റെ ഭൂമിയുടെ മേല്, മാനവരാശിയുടെ മുഴുവന്റെയും അധികാരമുള്ള ദൈവമായ കർത്താവാണ് ഞാൻ ശക്തനായ ദൈവമാണെന്ന് അവിടെ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൽ ചില മനുഷ്യര് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ജീവിതത്തെ എപ്പോഴും കുറ്റപ്പെടുത്തി കഴിയുന്ന മനുഷ്യർ, ജീവിതത്തിൽ ഇങ്ങനെ പരിതപിച്ച് കഴിയുന്ന മനുഷ്യർ. എന്റെ രോഗം മാറില്ല, എന്റെ ഭർത്താവിന്റെ മദ്യപാൻ ഇനി ഒരിക്കലും അവസാനിക്കില്ല, എന്റെ കടബാധ്യത ഇനി ഒരിക്കലും കുടുംബത്തിൽ നിന്ന് മാറിപ്പോകില്ല, എന്റെ മകൻ ശരിയാകില്ല, എന്റെ മകള് ശരിയാകില്ല, എന്റെ കുടുംബം ഇങ്ങനെ ശരിയാകില്ല. എല്ലാം ഇങ്ങനെ നിരാശയിൽപ്പെട്ട് എല്ലാം നെഗറ്റീവായി ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് ജീവിതത്തിൽ നീ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണോ? അസാധ്യമെന്ന് പറയുന്ന ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് ഇതാ നിന്റെ ജീവിതത്തിന്റെ അസാധ്യതകളെ എടുത്തു മാറ്റി സാധ്യതയാക്കി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം. നീ നോക്കി കാണുന്ന കണ്ണുകളിലല്ല കർത്താവ് നിന്റെ അവസ്ഥയെ, നിന്റെ ജീവിതത്തെ നോക്കുന്നത്. നിന്റെ അസാധ്യതയെ സാധ്യതയാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ നീ വിളിക്ക്. ഒരു ദൈവത്തിലേക്ക് നീ കണ്ണുകൾ ഉയർത്ത്, ഒരു ദൈവത്തിലേക്ക് നീ കരമുയർത്ത്. അപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണും, ദൈവത്തിന്റെ ശക്തമായ കര നീ കാണും, നീ കർത്താവിന്റെ കരുണ അനുഭവിക്കും. അതിലേക്കാണ് ഈശോ ഇന്ന് നിന്നെ വിളിക്കുന്നത്. കർത്താവായ യേശുവേ, ജീവിതത്തെ ഓർത്ത്, കാലഘട്ടത്തെ ഓർത്ത് പരിതപിച്ചു കഴിയുന്ന മനുഷ്യൻ, അവൻ മൂലം ഇങ്ങനെ സംഭവിച്ചു, അവള് ജനിച്ചത് മൂലം കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ കുടുംബത്തിലുള്ളവരെയും കുടുംബത്തെയും കാലഘട്ടത്തെ ഒക്കെ പരിതപിച്ച് ശപിച്ച് കഴിയുന്ന നിന്റെ മകന്റെ മകളുടെ മേല് നിന്റെ കരമുയർത്തണമേ. സാത്താന്റെ പിടിയിൽപ്പെട്ട ഓരോ മകന്റെ മകളുടെ മേൽ നിന്റെ അത്ഭുതത്തിന്റെ കരമുയർത്തണമേ. സാത്താന്റെ പിടിയിൽ നിന്ന് കർത്താവേ, നിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധമ്മയുടെ വിശുദ്ധ ബെനഡിക്റ്റ് മിഖായേലിന്റെ മാധ്യസ്ഥത്തിൽ, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളുടെ മാധ്യസ്ഥത്തിൽ സകല മക്കൾ ഇപ്പൊ വിടുതൽ പ്രാപിക്കട്ടെ. സാത്താന്റെ ആധിപത്യം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. സാത്താന്റെ സ്വാധീനങ്ങൾ വ്യക്തി കുടുംബങ്ങളിൽ നിന്ന് വിട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായില്ലേ? അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായില്ലേ? ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ,
ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. മാനസിക രോഗിയായി ചെയ്ത എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. ആരാധന 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 ആരാധന.